ഗുഡ് മോർണിംഗ് ഓൾ. PTS അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് SSLC എക്സാമിനേഷൻ മാർച്ച് 2019 ഹിന്ദീൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. പബ്ലിക് എക്സാം ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ബീർബഹൂട്ടിയിലെയാണ്. വിശേഷൻ കോൻസ വിശേഷൻ ബീർബഹൂട്ടി കാ നെഹി ഹേ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അടുത്തത് മാച്ചീത്താണ്, കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഇതൊക്കെ ഈസിയാണ് കേട്ടോ. ഇനി അടുത്തത് ജൈസൽമീർ യാത്രാവൃത്തിക, അതിൻ്റെ ഒരു പാർട്ടാണ് തന്നിരിക്കുന്നത്. അതായത് ദിശാഹീൻ ദിശയിലെ ക്വസ്റ്റ്യനാണിത്. ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് ചോദിച്ചേക്കുന്നത്. വാക്യ പൂർത്തി കേലിയെ കോൻസ രൂപ സഹീഹേ, ഏതാണ് കറക്റ്റ് എന്ന്. ആത്മീയ ആയതുകൊണ്ട് എന്താ രഹിതാഹയാണ് ആൻസറായിട്ട് വരിക. അടുത്തത് പത്രം എഴുതാനായിട്ടാണ്, മിഹറിൻ്റെ ഒരു ലെറ്റർ എഴുതാനായിട്ടാണ് ചോദിച്ചേക്കുന്നത്. ഇനി അകാൽ और उसके बाद എന്ന ഒരു കവിതയിൽ നിന്ന് ഒരു ചെറിയ ഭാഗം തന്നിട്ടുണ്ട്. ഇനി സഹീസ പ്രസ്താവ് ഏതാണ്, കോൻസ പ്രസ്താവ് സഹീഹെ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വായിച്ച് നോക്കുക. എന്താ കുത്യാം എന്തിൻ്റെ അടുത്ത് നിന്നാണ് ഉറങ്ങിയെന്നാണ് നമുക്ക് അറിയേണ്ടത്. എന്തിൻ്റെ അടുത്ത് കിടന്നിട്ടാണ്, ചുൻഹെ ചക്കീൻ്റെ അടുത്ത് നടന്നിട്ടാണ് ഉറങ്ങിയെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് ഏറ്റവും ലാസ്റ്റത്തെ വരിയാണ് കറക്റ്റ്. അടുത്തത് ചൂഹ ഓർ ചക്കി ക്യോം ബഹുത് ദുഃഖി ഹേ, നിങ്ങൾക്കറിയാം അവിടെ അവർ കൃത്യമായിട്ട് വരി പറയുന്നുണ്ട്. എന്താണ് ഇവിടെ ക്ഷാമമാണെന്നും ഫുഡൊന്നും ഇല്ല എന്നുള്ളതുമാണ് അതിന് ആൻസറായിട്ട് വരുന്നത്. അടുത്തത് പോസ്റ്റർ എഴുതാനായിട്ടും ലഘുലേഖ റെഡിയാക്കാനായിട്ടുമാണ് അടുത്ത ഓർ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. ഞാൻ പ്രിഫർ ചെയ്യുക പോസ്റ്ററാണ്, കാരണം ടൈം സേവിങ് ആണ്, മറ്റേത് ടൈം കൺസ്യൂമിങ് ആണ്. അല്ലാണ്ട് സബ്സെ ബഡ ഷോമാൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആദ്യം തന്നെ വാക്യപിരമിഡ് പൂർത്തീകരോ എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഇപ്പോഴത്തെയൊക്കെ വാക്യപിരമിഡ് പൂർത്തീകരോ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ നമുക്ക് തരുന്നുണ്ട് ഓപ്ഷൻ. ഇതങ്ങനെ അല്ലാതെയാണ് അന്ന് കാലത്ത് ചോദിച്ചിരുന്നത്. സോ ഇപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് നോക്കി പോകുക എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടിട്ട് അധികം ടെൻഷൻ ആവുമൊന്നും വേണ്ട, കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ റിപ്പീറ്റഡ് ആയിട്ടും 2 മാർക്കിൻ്റെ 1 മാർക്കിൻ്റെ ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് വാക്യപിരമിഡ് പാറ്റേൺ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് ഓപ്ഷനിൽ നമുക്ക് ബ്രാക്കറ്റിൽ തരും, എന്താണ് അതിൽ ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് തരും. അടുത്ത ഡയറിയാണ് ചോദിച്ചേക്കുന്നത്. പിന്നെ ഡുഡലി തോ പരായി എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. ഇനി ഇതിനകത്ത് ചോദിക്കുന്നുണ്ട് 10ാമത്തെ ക്വസ്റ്റ്യൻ. ഡുഡലി കാ നാം കാർഡ് പർ നെഹീദ, കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് ഗർപ്പർ ചോരിയോക്ക് നാം കാർഡ് പർ നെഹി ചത്താഹെ, പെൺകുട്ടികളുടെ പേര് കാർഡിൽ കൊടുക്കാറില്ല. ഓപ്ഷൻ സി ആണ് ആൻസർ. ഉസ്മേ എന്നുള്ളതിൻ്റെ എന്താണ് സർവനാമ, വഹ് ആണ്. അടുത്തത് ഓർ ക്വസ്റ്റ്യനാണ്. പട്കഥയും ഡുഡലീൻ്റെ ചരിത്ര പർ ടിപ്പണിയാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് ഠാക്കൂർ കാ കുവ എന്നുള്ള ക്വസ്റ്റ്യൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സഹി പ്രസ്താവ് ചുൻകർ ലിഖോ എന്നാണ്. എന്താണ് ലോട്ടേമേ ഗന്ധാ ജൽ ബരാദ, അത് ഓട്ടോമാറ്റിക്കലി ഓപ്ഷൻ എ ആണ്. അത് എന്താ സ്മെല്ലുള്ള ഒരു ചീത്ത വെള്ളമായിരുന്നു ഉള്ളത്. സാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ എന്ന മീനിങ് ആണ്. മീട്ട എന്ന് പറഞ്ഞാൽ മധുരമുള്ളതെന്ന, ഗരം എന്ന് പറഞ്ഞാൽ ചൂടുള്ള വെള്ളം, ഗന്ധ് പാനിയാണെന്ന് പറഞ്ഞാൽ ബാഡ് വാട്ടർ എന്നൊരു മീനിങ് ആണ്. സോ അതാണ് ആൻസർ. അടുത്തത് റപ്പഡ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് തന്നിരിക്കുന്ന ഭാഗത്തിൽ നിന്ന് ഉത്തരം കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഇത് നമ്മുടെ സാഹിൽ ബീർബഹൂട്ടിയുടെ ചാപ്റ്റർ എന്നാണ്. സോ ഇനി ചോദിച്ചേക്കുന്നത് സഹി മിൽക്കർ കരോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് കറക്റ്റായിട്ടുള്ളത് എഴുതാനായിട്ട്. ഇത് നിങ്ങൾക്ക് ഈസിയാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അടുത്തതിലേക്ക് പോവാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഈ പറഞ്ഞ 2019 ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ കൃത്യമായിട്ട് പഠിക്കാൻ നോക്കുക. ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.